ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കളറും മങ്ങിയതും അതുപോലെ അഴുക്ക് പിടിച്ചതുമായ സ്വർണ്ണാഭരണങ്ങൾ നല്ല പുതുപുത്തൻ പോലെ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ചെയിനും അതുപോലെ മറ്റ് ആഭരണങ്ങളും ഒക്കെ ആണല്ലോ പെട്ടെന്ന് കളറ് മങ്ങുകയും അതുപോലെ തന്നെ അഴുക്ക് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ചെയിനും അതുപോലെ ഒരു മോതിരവും പിന്നെ കമ്മലും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിലൊക്കെ നല്ലതായിട്ട് അഴുക്കുണ്ട്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് ആ പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലതായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ ഞാൻ നോക്കിയാൽ വെള്ളം നല്ലതായിട്ട് ചൂടായി തിളയ്ക്കാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ക്ലീൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കണേ. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ് സോഡാപ്പൊടി. ഈ സോഡാപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പല സാധനങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. സോഡാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് പതഞ്ഞ് വരും. അതുപോലെ തന്നെ ഇതിലുള്ള അഴുക്കെല്ലാം ഉണ്ടല്ലോ ഇളകി വരികയും ചെയ്യും. സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണേ. 1 മിനിറ്റ് നേരം നമ്മളിതൊന്ന് തിളപ്പിച്ചു. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ നോക്കിക്കേ, ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്. ഈ ആഭരണത്തിലുള്ള അഴുക്കൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുണ്ടല്ലോ ഒരു 10 മിനിറ്റ് നേരം ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കണം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ആ അഴുക്കൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിനൊന്നുകൂടി കളർ കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാത്രം കഴുകുന്ന ലോഷൻ ഉണ്ടല്ലോ അത് സ്വല്പം ഒഴിച്ചു കൊടുക്കാം. ഈ ലോഷൻ ഉപയോഗിച്ചിട്ട് ഇനി നമ്മളിത് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ആഭരണങ്ങളും എടുത്തിട്ട് ഒരു പഴയ ബ്രഷും എടുത്ത് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നല്ല തിളക്കം കിട്ടും കേട്ടോ. അവിടെ ഇവിടെയായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതും പോകും. അതുപോലെ നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോന്നായിട്ടെടുത്ത് ഇതേ രീതിയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം. കമ്മലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ആണിയൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ അഴുക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആണിയൊക്കെ ഊരിയിട്ട് വേണം ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാനേ. ഇപ്പോൾ ഞാൻ നോക്കിക്കുക, ആ വെള്ളത്തിൻ്റെ കളറ് ആഭരണത്തിലുള്ള അഴുക്കെല്ലാം ഈ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ട്. നമ്മൾ ബ്രഷ് ചെയ്തെടുത്ത ആഭരണങ്ങളെല്ലാം ഇതുപോലെ നല്ല വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഏതെങ്കിലും നല്ല വൃത്തിയുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ടിപ്പാണ്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സ്വർണ്ണക്കടയിലൊന്നും പോയി പൈസയൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ആഭരണത്തിലുള്ള അഴുക്കെല്ലാം പോവുകയും അതുപോലെ തന്നെ നല്ല പുതിയതുപോലെ നല്ല കളറ് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ളതാണ് ഈ സോഡാപ്പൊടി, അതുപോലെ ഡിഷ് വാഷ് ലോഷനൊക്കെ. ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ആഭരണങ്ങളൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.